ഇനി നമ്മൾ കണ്ണാടി പഞ്ചായത്തിലേക്ക് പോവുകയാണ്. കണ്ണാടി എല്ലാ സമയവും ഇപ്പോൾ 3-ാം സ്ഥാനത്താണ് LDF കഴിഞ്ഞ 2 ഇലക്ഷനിൽ നിൽക്കുന്നതെങ്കിൽ കൂടിയും LDFന് കൃത്യമായി തുണച്ചു പോരുന്ന ഒരു പഞ്ചായത്താണ് കണ്ണാടി. അപ്പോൾ കണ്ണാടിയിൽ ഡോക്ടർ പി സറിനും CPM വലിയ തോതിലുള്ള പ്രതീക്ഷ ഇപ്പോഴും അർപ്പിക്കുന്നുണ്ട് എന്നതാണ് ചിത്രം. ദിവ്യ അവിടെ നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ദിവ്യ, കണ്ണാടി പഞ്ചായത്തിൽ കാടിളക്കുള്ള ഒരു പ്രചാരണം LDF നടത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെയുള്ള LDF മേൽക്കൈ, ഇപ്പോൾ LDF വോട്ടുകളിൽ പോലും കാര്യമായി വിള്ളലുണ്ടാക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസം നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിലും BJP സ്ഥാനാർത്ഥിയും ശ്രീകൃഷ്ണകുമാറും പങ്കുവെക്കുന്ന ചിത്രവുമുണ്ട്. അപ്പോൾ കണ്ണാടി പഞ്ചായത്തിലെ LDF കോട്ടയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇളക്കം വന്നിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടോ? ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ ഏതെങ്കിലും അർത്ഥത്തിൽ പ്രതിഫലിക്കുമെങ്കിൽ അത് പാലക്കാട്ട് കണ്ണാടി പഞ്ചായത്തിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു പൊതുവിലയിരുത്തലുണ്ടല്ലോ. ആ ചിത്രമനുസരിച്ച് കണ്ണാടിയുടെ മനസ്സിൽ എന്തായിരിക്കും? സൈഫുദ്ദീൻ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും LDFന്റെ മാനം കാത്തത് കണ്ണാടി പഞ്ചായത്ത് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണാടി പഞ്ചായത്തിൽ 419 വോട്ടിന്റെ ലീഡായിരുന്നു LDFന് ഉണ്ടായിരുന്നത്. രണ്ടാമത് മാത്തൂർ പഞ്ചായത്തിലായിരുന്നു 332 വോട്ടിന്റെ ലീഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴും കണ്ണാടി പഞ്ചായത്തിൽ 6078 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇതൊക്കെ തന്നെയാണ് കണ്ണാടി പഞ്ചായത്തിനെ LDFന്റെ ശ്രദ്ധാ കേന്ദ്രമാക്കുന്നത്. കണ്ണാടി ഒരിക്കലും LDFനെ കൈവിടില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് LDFനുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണാടി പഞ്ചായത്തിൽ ഉടനീളം പലപ്പോഴും പോളിംഗ് നീണ്ടുപോകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. ഈ വോട്ടിംഗ് VVPATന്റെ മെഷീൻ തകരാറ് മാറ്റി നിർത്തുകയാണെങ്കിൽ പോലും കണ്ണാടിയിൽ വോട്ടിംഗ് ശതമാനം നേരിയ തോതിൽ വർദ്ധിച്ചു എന്നുള്ളത് മുന്നണികൾക്ക് ആശ്വാസം നൽകുന്നുണ്ട്, അല്ലെങ്കിൽ അവർ അതിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത് LDF തന്നെയാണെന്ന് പറയാം. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ നിലവിൽ കണ്ണാടി പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കണ്ണാടിയിൽ ലീഡുള്ളതും LDFന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിലും LDFനെ കണ്ണാടി കൈവിടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ആത്മവിശ്വാസമാണ് LDFനുള്ളത്. LDF മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന കാരണങ്ങൾ പറയുന്നത് ഈ UDFനുള്ളിലെ പടല പിണക്കങ്ങൾ തന്നെയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം AK ഷാനിബ് അടക്കമുള്ള നിരവധി പ്രവർത്തകരും നേതാക്കളും അടക്കം UDF വിട്ടുപോരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതടക്കം പ്രചരണ ആയുധമാക്കിക്കൊണ്ടാണ് LDF പലയിടങ്ങളിലും വോട്ട് പിടിക്കാൻ ഇറങ്ങിയിരുന്നത്. എന്നാൽ അതിന് കൗണ്ടറായി പലപ്പോഴും നീലപ്പെട്ടിയും കള്ളപ്പണ വിവാദവും ഒക്കെ ഇതിന് എതിരായി UDFും അതുപോലെ തന്നെ വ്യാജ വോട്ടുകൾ എന്ന ആരോപണം അടക്കം ഉയർന്നു വന്നിരുന്നുവെങ്കിലും പ്രധാനമായും ഈ UDFനെതിരെ ഉന്നയിക്കുന്ന ആരോപണം അല്ലെങ്കിൽ UDFനെതിരെ ഉന്നയിക്കുന്ന ഒരു ആയുധമെന്ന് പറയുന്നത് ഈ വിമത ശല്യം തന്നെയാണ്, അല്ലെങ്കിൽ ഈ വിമത സ്വരം തന്നെയാണ്. കണ്ണാടിയിലും സ്വാഭാവികമായി തന്നെ ഈ വിഷയങ്ങളെല്ലാം ചർച്ചയായിട്ടുണ്ടാകും. അതുതന്നെയാണ് LDFനെ സംബന്ധിച്ച് കണ്ണാടിയിലുള്ള ഒരു ആത്മവിശ്വാസം. UDFനെ സംബന്ധിച്ചും അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ചും പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കണ്ണാടിയിൽ LDFും UDFും ഏകദേശം നെക്ക് ടു നെക്ക് എന്നേ പറയാൻ കഴിയുള്ളൂ. കാരണം നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ അവരുടെ സീറ്റിൽ 8-7 എന്ന നിലയിലാണ് പഞ്ചായത്തിലെ LDFന്റെയും UDFന്റെയും സീറ്റ് നില. അതുകൊണ്ട് തന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളൊരു സാധ്യതയും അവിടെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ആ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിലെ ആ ഒരു ഒപ്പത്തിനൊപ്പമുള്ള അല്ലെങ്കിൽ ഒരു ചെറിയ വ്യത്യാസത്തിനുള്ള ആ ഒരു ലീഡ് നിലയിൽ തന്നെയാണ് UDFും പ്രതീക്ഷ വയ്ക്കുന്നത്. നിലവിലെ ഭരണവിരുദ്ധ വികാരം, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയായതിനു ശേഷം സരിൻ മറുപക്ഷത്തേക്ക് ചാടുന്നു. സ്വന്തം ചേരിയിൽ നിന്ന് മറുപക്ഷത്തേക്ക് ചാടി ഒരാളെ എങ്ങനെ സ്വീകരിക്കും മുന്നണി? അതുപോലെ തന്നെ സരിന് പ്രധാനമായും LDFന്റെ ചിഹ്നമില്ല, അരുവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നമില്ലാതെ മത്സരിക്കുന്ന സരിന് എത്രത്തോളം സ്വാധീനം കണ്ണാടി പഞ്ചായത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതും വളരെ പ്രധാനമാണ്. ചിലർ പ്രായമുള്ള ആളുകൾ പോലും ചിഹ്നം എന്താണ് എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കും എന്ന് തന്നെയാണ് UDF പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല പുതിയൊരു സ്ഥാനാർത്ഥി, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം പത്തനംതിട്ടയിൽ നിന്ന് വന്നതാണെങ്കിൽ പോലും ഇവിടെ സജീവമായി തന്നെ തുടക്കം മുതൽ തന്നെ പ്രചരണം കണ്ണാടി പഞ്ചായത്തിൽ അടക്കം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കൂടുതൽ വോട്ടുകൾ UDFന് നേടാൻ സാധിക്കുമെന്ന് UDF പ്രതീക്ഷിക്കുന്നുണ്ട്. മറുഭാഗത്ത് BJPയും പ്രതീക്ഷ വയ്ക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് കണ്ണാടി പഞ്ചായത്ത്. കാരണം ഇതേ കാരണം തന്നെ ഭരണവിരുദ്ധ വികാരം കാര്യമായി ആഞ്ഞടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
നഗരസഭയിൽ വോട്ട് ശതമാനം കുറഞ്ഞുവെങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ തങ്ങൾക്ക് വോട്ട് വിഹിതം കൂട്ടാനാകും എന്നുള്ള ഒരു പ്രതീക്ഷയുമുണ്ട്. പ്രത്യേകിച്ച് ഈഴവരുടെ അടക്കം വോട്ടുകൾ NDA സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാറിന് നേടാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും BJP പാളയത്തിനുണ്ട്. പക്ഷേ അവസാന നിമിഷമുണ്ടായ ഈ സന്ദീപിൻ്റെ മലക്കമറിച്ചിൽ അല്ലെങ്കിൽ പാർട്ടി വിട്ടു മാറിയത് ഏതെങ്കിലും രീതിയിൽ തിരിച്ചടിയാകുമോ എന്നുള്ള ഒരു ആശങ്ക ഒരു വശത്ത് ഉണ്ടെങ്കിൽ പോലും അത് ഗുണകരമാകും എന്നാണ് NDA ക്യാമ്പ് പ്രതീക്ഷ വയ്ക്കുന്നത്. കാരണം മോദിയെയും അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷനെയും അടക്കം വിമർശിച്ചുകൊണ്ടായിരുന്നു സന്ദീപ് വാര്യരുടെ കൂറുമാറ്റം. ഇത് തീർച്ചയായും പാർട്ടി പ്രവർത്തകർക്കിടയിലും അതുപോലെ തന്നെ സാധാരണക്കാർക്കിടയിലും ചർച്ചയാകും. ഇത് സന്ദീപിനെതിരെയും പ്രത്യേകിച്ച് UDF-നെതിരെയും തിരിച്ചടിയാകുമെന്നാണ് NDA ക്യാമ്പിൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ NDAയും ഒപ്പം തന്നെ UDF-ഉം LDF-ഉം പ്രതീക്ഷ വയ്ക്കുന്ന ഒരു പഞ്ചായത്തായി കണ്ണാടി മാറിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും നാളെ ഫലം വരുമ്പോൾ കണ്ണാടിയിലെ വോട്ടുകളും നിർണായകമായ ഒരു സ്വാധീനമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാലക്കാടിന്റെ മനസ്സായിരിക്കുമോ കണ്ണാടിയിൽ പ്രതിഫലിക്കാൻ പോകുന്ന നിലക്ക് കണ്ണാടിയിൽ വലിയൊരു വോട്ട് ശതമാനം സമാഹരിച്ചുകൊണ്ട് ആ ഒരു കുതിപ്പ് മറ്റു പഞ്ചായത്തുകളിലും ഒപ്പം നഗരസഭയിലും അടക്കമുണ്ടാക്കി അത്ഭുതം സൃഷ്ടിക്കാൻ ഡോക്ടർ P. സരിന് കഴിയുമോ എന്നുള്ള ചോദ്യവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്.